പാരമ്പര്യത്തെ തമസ്കരിച്ചുള്ള നവോത്ഥാനവാദങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന സുന്നി യുവചേതനയുടെ ആവേശം, അഹ്ലുസുന്നയുടെ ധീരശബ്ദം, സമസ്ത വഴിയിലെ സമർപ്പിത പണ്ഡിത പ്രതിഭ. സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടർ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസിൻ ബിറല്ലാഹി അമ്മാ ബഅദ്. ആദരണീയനായ നമ്മുടെ ചെയർമാൻ സഫാരി ആബിദിക്ക, മറ്റു വിശിഷ്ടാതിഥികളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാനന്ദന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രസംഗിക്കുന്നില്ല. ഒരാശംസ അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ദയാനിധിയായ അള്ളാഹുവിനാണ് സകലമാന സ്തുതികളും. 1200 ആളുകൾക്ക് പരമാവധി ഇരിക്കാവുന്ന ഈ ഓഡിറ്റോറിയത്തിൽ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ വിളികേട്ട് എത്തി ആളുകളെ ക്ഷണിച്ചപ്പോൾ ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കാനാവാതെ ധാരാളം ആളുകൾ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് അനുഭവിച്ചിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ ധാരാളം നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുസ്ലിം മനസ്സുകളിലുള്ള സ്വാധീനമാണ് പ്രകടമാക്കുന്നത്. വളരെ പ്രത്യേകം അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകാനായി ഇവിടെ എത്തിച്ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ സാരഥികളെക്കുറിച്ച് ഒരു നിമിഷം നിങ്ങൾ ഓർത്തു നോക്ക്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തേണ്ടത് തന്നെയാണ്. സമസ്തയുടെ സമുന്നതരായ സാരഥികൾ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് കടുത്ത അനാരോഗ്യം വകവെക്കാതെ എന്തായിരുന്നാലും സമസ്തയുടെ മഹാസംരംഭത്തിന് തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുക തന്നെ വേണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും വിദ്യാഭ്യാസ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ, തമിഴ്നാട്ടിലായിരുന്നു അദ്ദേഹം. തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭത്തിൽ പങ്കെടുക്കൽ ഒരു അനിവാര്യതയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അടിയന്തരമായി ഇന്നലെ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് പറന്നെത്തി തിരിച്ച് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ടാണ് സ്റ്റേജിൽ നിന്ന് വളരെ വേഗം ഇറങ്ങിപ്പോയത്. അദ്ദേഹം ഫ്ലൈറ്റിന് തിരിച്ച് യാത്ര തിരിച്ചിരിക്കുകയാണ്. അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ട്രഷററാണ് പിന്നെ നമ്മുടെ പ്രധാനി, അഭിവന്ദനായ കൊയ്യോട് ഉമർ മുസ്ലിയാർ അവറുകൾ. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഇവിടെ എത്തി നല്ല പ്രസംഗം നമുക്ക് കാഴ്ചവെച്ചു തന്നു. നോക്കൂ നിങ്ങൾ, സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ സുപ്രഭാതം ദിനപത്രത്തോടൊപ്പം സജീവമായി നേതൃത്വം നൽകിക്കൊണ്ട് മുൻനിരയിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. ബറക്കത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നൊരു കാര്യം, ദുബൈയിൽ സുപ്രഭാതം ആരംഭിക്കുമ്പോൾ ഇവിടെ ഒരുപാട് മലയാളികളൊന്നുമില്ല, നാട്ടിൽ പോലെ ലക്ഷക്കണക്കിന് കോപ്പികൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആവശ്യമായ കോപ്പികൾ വരിക്കാർ ചേർക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരുണ്ട് UAEയുടെ വിവിധ ഭാഗങ്ങളിൽ. അവരിൽ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് SKSSFന്റെ സന്നദ്ധ ഭടന്മാർ. അവരെ കാണുമ്പോൾ സത്യത്തിൽ വിനയാന്യതരായവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ജോലി കഴിഞ്ഞ് കർമ്മകുശലരായി സമസ്തയുടെ പത്രം വിജയിപ്പിക്കണമെന്ന ഒരേ ഒരു നിയ്യത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി കഴിഞ്ഞ മാസങ്ങളായി തിരിച്ചതിന്റെ ഫലമായി വിജയകരമായ നിലയിൽ വലിയ കോപ്പികളുടെ പിൻബലത്തോടുകൂടി സുപ്രഭാതത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിജയിക്കും. സമസ്തയാണ് തുടക്കം കുറിച്ചത്.
സമസ്ത തുടക്കം വെച്ച് ഒരു സംരംഭവും പരാജയപ്പെട്ടിട്ടില്ല എന്ന് വന്യരായ ഉസ്താദ്മാർ സൂചിപ്പിച്ചു. സമസ്തയുടെ മദ്രസ എണ്ണം ഇക്കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് യോഗത്തോടുകൂടി 1786 എത്തി നിൽക്കുകയാണ്. നമ്മൾ മുന്നോട്ടാ. സുപ്രഭാതം ദിനപത്രത്തിന്റെ എഡിഷൻ 7 നിന്ന് 8 പിന്നിട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ 9, 10, 11 എല്ലാ GCC കൺട്രികളും വൈകാതെ നമുക്ക് പത്രം കൊണ്ടുവരാൻ സാധിക്കും എന്ന് പ്രത്യാശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ധൈര്യമായി മുന്നോട്ട് പോവുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച 99 വർഷം മുമ്പാണ്. ബിദഈ പ്രസ്ഥാനത്തെ ചെറുത്തു നിൽക്കാനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഭദ്രമായ ആശയങ്ങൾ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ബിദഈ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനൊക്കെ വിജയിച്ചു കഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം ചിന്നിച്ചെതറിക്കിടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന ആശയം അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം അവരുടെ മാധ്യമങ്ങളും മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സാമുദായിക സംഘടനകളെ കയറിക്കൂടി ഇത്തിക്കണ്ണികളെ പോലെ പറ്റിപ്പിടിച്ച് മുസ്ലിം സാമുദായിക മതരാഷ്ട്രീയ സംഘടനകൾക്ക് ഭിന്നിപ്പുണ്ടാക്കാനും ചിത്രയുണ്ടാക്കാനും പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരളത്തിലെ പ്രബല മുസ്ലിം രാഷ്ട്രീയ സംഘമായ മുസ്ലിം ലീഗിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് ഉറ്റി വീഴുന്ന ചോര കുടിക്കാൻ വേണ്ടി കഠിനയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ പ്രവർത്തകർ അറിയാതെ പോകരുത്. നമ്മൾക്കതിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടനെ ഓടിയെത്തി വാർത്തയാക്കി അത് ഹൈലൈറ്റ് ചെയ്ത് മറ്റു മാധ്യമങ്ങൾക്ക് നൽകി സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിക്കാനുള്ള നിഗൂഢമായ നീക്കമാണ് ഈ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ജമാഅത്തെ ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കെണിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ അകപ്പെട്ടു പോകാതെ ഇവിടെ വന്യരായ പണ്ഡിതന്മാരും ഉസ്താദുമാരും സാദാത്തുക്കളും സൂചിപ്പിച്ചതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 99 വർഷക്കാലം തുടർന്നു പോകുന്ന പാരമ്പര്യം, ആ സൗഹൃദത്തിന്റെ, ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, സഹിഷ്ണുതയുടെ കെട്ടുറപ്പിന്റെ, മുസ്ലിം സമുദായത്തിന്റെ ആ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഭദ്രമായ ആശയങ്ങൾക്ക് ഒരു പോറലും ഏൽപ്പിക്കാതെ, ഒന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ, ഒന്നുപോലും അഡീഷണലായി കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ 99 വർഷക്കാലം സമസ്തയുടെ പൂർവ്വകാല പണ്ഡിതന്മാർ സംരക്ഷിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മക്കൾ ഇനിയും തുടർന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ബിദ്അത്തുമായി ഒരു കോംപ്രമൈസും നമുക്ക് തയ്യാറല്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു സഹായിക്കട്ടെ. നമ്മുടെ പത്രങ്ങൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് തുടർന്നും ദുആ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ ദുആ ചെയ്യുമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.